ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ നൈറ്റി തുണി കൊണ്ട് എങ്ങനെ 1000 രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊക്കെ ഈസി ആയിട്ട് സാധിക്കും. പറയുന്നത് വെറുതെയല്ല. പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കാവേ. ആദ്യം തന്നെ നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു 10 നൈറ്റി തുണി ഒരുമിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. 10 അല്ല, ഒരു 15 സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് നോക്കി ഒരു 10 എടുക്കുക. ആ 10 തുണി നമുക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകും. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. ഇതൊരു പ്രിൻസസ് കട്ട് ചുരിദാറാണ് തയ്ച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നല്ലതായിട്ട് മോഡൽ, നെക്ക്, സ്ലീവിൽ വർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഇത് സ്ലിറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ടോപ്പോ അല്ലെങ്കിൽ നല്ലൊരു നൈറ്റിയോ ഫ്രോക്കോ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കോളർ കുർത്തിയോ അല്ലെങ്കിൽ സാധാ നെക്കൊക്കെ വെച്ചുള്ള ചുരിദാർ, സ്ലിറ്റ് ചുരിദാറിൻ്റെ ടോപ്പോ ഒക്കെ നമ്മൾ തയ്ച്ചു കൊടുത്താൽ അതിൻ്റെ സ്റ്റിച്ചിങ് ഫീസായിട്ട് 150 മുതൽ 200 രൂപ വരെ വാങ്ങാം. ചിലപ്പോൾ നല്ല വർക്കൊക്കെ ആണെങ്കിൽ 250 രൂപ വരെ നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് ഫീസ് മേടിക്കാൻ പറ്റും. കൂടാതെ നമ്മൾ 10 നൈറ്റി തുണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബില്ലടിക്കുന്ന ടൈമിൽ ഒരു നൈറ്റിയിൽ 10 രൂപ, ചിലപ്പോൾ 15 രൂപ വരെ നമുക്ക് കുറച്ച് തരും. ഇവിടെയൊക്കെ 200 രൂപയുടെ തുണിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ചില തുണിയിൽ ഒരു 175 രൂപ ഒക്കെ അവർ മേടിക്കത്തുള്ളൂ. അങ്ങനെ ചിലപ്പം ഒരു തുണിയിൽ നമുക്ക് 10 രൂപ കിട്ടും, 15 രൂപ കിട്ടും, 20 രൂപ, 25 രൂപ വരെയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അവിടെ ഓരോരുത്തരുടെ ഭാഗത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഒരു 25 രൂപ നമുക്ക് തുണിയിലും കൂടെ കിട്ടുമെന്ന് വെച്ചോ. ഒരു 10 രൂപ 15 രൂപ നമ്മൾ കൂടുതൽ തുണിക്കായിട്ടും എടുക്കുക. അങ്ങനെ ഒരു 30 രൂപ വരെ നമുക്ക് തുണിയിൽ കിട്ടും. ബാക്കി ഒരു 200 അല്ലെങ്കിൽ 250 രൂപ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിൽ നമുക്ക് പൈസ കിട്ടും. കുറഞ്ഞതൊരു ടോപ്പിൽ നമുക്ക് 200 രൂപ വരെ നമ്മൾ കണക്ക് കൂട്ടിയാൽ 200 രൂപ കിട്ടിയെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മളൊരു 5 ടോപ്പ് തയ്ച്ചാൽ 5 ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനൊന്നും ഈ പറയുന്ന ടൈമൊന്നും വേണ്ട. ഒരു 2 മണിക്കൂറുണ്ടെങ്കിൽ സുഖമായിട്ട് 5 ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു 1000 രൂപ നമുക്ക് ഒരു ദിവസം നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്, നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഇതൊക്കെ ആരെങ്കിലും മേടിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ആദ്യമൊക്കെ അല്പം പാടാണ്. ഡെയിലി നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്നവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ എല്ലാവരും സാരി ഒഴിവാക്കിയിട്ട് നമ്മൾ ചുരിദാർ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അവരെയൊക്കെ നമ്മൾ കസ്റ്റമറാക്കാൻ ശ്രമിക്കുക. നമ്മൾ തുണി എടുത്തതിന് ശേഷം ഒരു ടോപ്പ് നല്ല മോഡൽ, ഫ്രണ്ട് അതായത് നെക്കൊക്കെ നല്ല മോഡൽ ചെയ്ത് ഒരു മോഡൽ കയ്യിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് ബാലൻസ് ഉള്ള 9 നൈറ്റി തുണി നമ്മൾ കസ്റ്റമറെ കാണിക്കുക. ഇങ്ങോട്ട് ആരും വരത്തില്ല. നമ്മൾ വാട്സപ്പ് വഴിയോ അങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് നമ്മൾ ചോദിക്കുക, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണോ, അത് നിങ്ങളുടെ കറക്റ്റ് അളവിൽ നിങ്ങൾ പറയുന്ന മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുക. ഉറപ്പായിട്ട് ഓർഡർ കിട്ടും. ഇങ്ങനെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം പോട്ടെ, 4 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി വാങ്ങുന്ന, അതായത് ക്യാഷ് മുടക്കാൻ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു 10 പേരെ സ്ഥിരമായിട്ട് കിട്ടും. വീണ്ടും ശ്രമിക്കുക. സ്ഥിരം നമുക്ക് നന്നായിട്ട് കസ്റ്റമറാകും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്കൊരു ഹോൾസെയിലായിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും വെളിയിലോട്ട്. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് നല്ലൊരു തുക ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സുകാരിയായി മാറാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. നാളെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ നമ്മളൊരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതി നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. പിറ്റേന്ന് എല്ലാ കാര്യവും അതുപോലെ കൃത്യമായിട്ട് തീർത്തതിന് ശേഷം നമ്മൾ എഴുതിയ പേപ്പറിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തു, ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ എഴുതി അതിൽ ഒപ്പിടാൻ നമുക്ക് സാധിക്കണം. ഒരു കാര്യം പറയാം, കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്ത ഒരാൾക്കും ക്യാഷ് ഉണ്ടായ ചരിത്രമില്ല. റീൽസ് അല്ല നമ്മളുടെ ലൈഫ്. വെറുതെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നതും ഒരു മഞ്ജുവാര്യരുടെ സോങ്ങും ഒക്കെ ഇട്ട് ഞാൻ ഒത്തിരി സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്ത് എളുപ്പമാണ് ഇതൊക്കെ എന്നല്ല. വെറുതെയാണ്. ഈ ഒരു റീൽസിൻ്റെ പിറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അവർ ആ ഒരു നിലയിലെത്താൻ ഒരുപാട് കഷ്ടപ്പാട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഫ്രണ്ടിനോട് ഇതുപോലെ ഡ്രസ്സ് എടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും ഞാൻ പറഞ്ഞു കൊടുത്തു. ആദ്യം എന്നോട് കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഡ്രസ്സ് എടുത്തു. പിന്നീട് അവൾ തന്നെ പോയി ഡ്രസ്സ് എടുത്തു. ഇപ്പോൾ ഒരു അഹങ്കാരത്തോടെ തന്നെ പറയാം, ഹോൾസെയിലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അവൾ തുടങ്ങി. ഇപ്പോൾ മാക്സി ക്ലോത്ത് ഞാൻ അവളോടും കൂടി എടുക്കാറുണ്ട്. അവളിപ്പോൾ തുണിയും ടോപ്പും നന്നായി സെയിൽ ചെയ്യുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്കും ആകാം.
അതുപോലെ. അപ്പം നമ്മളും കഷ്ടപ്പെടാൻ തയ്യാറാവുക, നേടുക, നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ്സുകാരിയാകാൻ ശ്രമിക്കുക. പ്രത്യേകം ഒന്നുകൂടി എടുത്തു പറയുകയാണ്, യൂട്യൂബിലൂടെ വീഡിയോസ് അവൈലബിൾ ആണ്. ഒത്തിരി മോഡൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നെക്കാണേലും സ്ലീവാണേലും സ്ലിറ്റാണേലും ചുരിദാറിൻ്റെ ഏത് മോഡൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് വീഡിയോസ് പോയി കാണുക, സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ് ഈ നല്ല രീതിയിലായെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇത്രയും നേരം എന്നെ കേട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് യു.